നമ്മുടെ പ്രവർത്തനത്തിന് സാധിക്കാതെ വരും. ഇപ്പോ ആസാമിൽ പോയപ്പോ 11 മണിക്കൂർ വെള്ളം കുടിച്ചില്ല എന്ന് പറഞ്ഞത് അവര് തരാത്ത കൊണ്ടൊന്നുമല്ല. നാട്ടുകാർ അങ്ങനത്തെ ഒരു നാട്ടുകാരാണെന്ന് ആരും കരുതണ്ട. ചെന്നൈയിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങി എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റ് കയറി. ഇപ്പോഴത്തെ ഫ്ലൈറ്റുകൾ അധികവും വെള്ളം കൊടുക്കാത്ത ഫ്ലൈറ്റുകളാണ്. അതിൽ കയറി 3 മണിക്കൂർ നമ്മുടെ ഇന്ത്യയിൽപ്പെട്ട സ്ഥലത്ത് തന്നെ ഗുവാഹട്ടിയിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ മണിക്കൂർ 6-5 ആയി. അവിടെ ചെന്ന് 9 മണിക്ക് ഇറങ്ങിയപ്പോ നാട്ടുകാർക്ക് സ്വീകരണം തരുന്ന തിരക്കാണ്. മാലിടലും സ്വീകരിക്കലും. അൽഹംദുലില്ലാഹ് അത് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഹോട്ടലിലെത്താം എന്ന് പറഞ്ഞ് കരുതി പോയി. മന്ത്രിയും പോലീസിന്റെ 4 വണ്ടിയും മുമ്പിലും പിമ്പിലും എല്ലാം സൈറൻ കൊണ്ട് ഓടുന്നു. പക്ഷേ റോഡ് ബ്ലോക്കായാൽ എന്ത് ചെയ്യാനാ? അങ്ങനെ ബ്ലോക്കായി പോയത് കൊണ്ട് സമയം താമസിച്ചു പോയതാണ്. അപ്പൊ അങ്ങനെ അവിടെയെല്ലാം വളരെ പാവപ്പെട്ട ജനങ്ങൾ. മന്ത്രി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു ഗേറ്റിന്റെ അടുത്തുള്ളവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇരിക്കാം. മഴയൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. ആ കസേരയും വേണമെങ്കിൽ ഒരു വരിയും കൂടി ഇങ്ങോട്ട് ഇടുന്നതിന് വിരോധമല്ല. മതി മതി. അഖില ലോകത്തിനും നേതാവായി അയക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫല്ലൂ മിൻ ഹൗലിക. അല്ലാഹു പഠിപ്പിക്കുന്നു, ഓ മുഹമ്മദ് നബിയെ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി അയക്കപ്പെട്ട ആൾ. മുസ്ലിംകൾക്കോ ഹൈന്ദവർക്കോ ക്രൈസ്തവർക്കോ ബുദ്ധനും ജൈനനും അങ്ങനെ യഹൂദി നസാറ ഏതെങ്കിലും ഒരു വിഭാഗത്തിനല്ല, അഖില ലോക ചരാചരങ്ങൾക്കും അനുഗ്രഹമായി അയക്കപ്പെട്ട വ്യക്തിയായ കാരണത്താൽ തന്നെ ലിൻത ലഹും, തങ്ങൾ അവരോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളോട് ഏറ്റവും വലിയ വിനയത്തിലും സൗമ്യതയിലുമാണ് അവിടുന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി, അഥവാ തങ്ങൾ അതിന് മാറ്റമായി ഒരു ഭീകരനോ തീവ്രവാദിയോ കടുത്ത പരുത്ത സ്വഭാവിയോ ആയിപ്പോയിരുന്നു എങ്കിൽ ലംഫല്ലൂ മിൻ ഹൗലിക, ജനങ്ങൾ എല്ലാവരും തങ്ങളുടെ ചുറ്റുഭാഗത്ത് നിന്ന് അകന്നു പോകുമായിരുന്നു.
ശ്രദ്ധിച്ചു കേൾക്കണം. അവിടുത്തെ സ്വഭാവം വളരെ ലളിതമായ സ്വഭാവം, വളരെ സൗമ്യമായ പെരുമാറ്റം. അതല്ല അവിടുന്ന് ഒരു വലിയ ഭീകരനായിരുന്നു എങ്കിൽ ജനങ്ങളെല്ലാം തങ്ങളെ വിട്ട് അകന്നു പോകുമായിരുന്നു. നോക്ക് നിങ്ങൾ, പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് വളർന്നത്? തോക്കും പരിചയും എടുത്തുകൊണ്ട് വളർത്തിയതല്ല, പ്രകോപനത്തിലൂടെ വളർത്തിയതല്ല, പ്രലോഭനത്തിലൂടെ വളർത്തിയതും അല്ല. മറിച്ച് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഓ മുഹമ്മദ് നബിയെ, തങ്ങൾ ലഅലാ ഖുലുഖിൻ അദീം, ലോകത്തൊരു വ്യക്തിക്കുമില്ലാത്ത അത്രയും വലിയ സൽസ്വഭാവത്തിന്റെ മുകളിലാണ്. തൽസ്വഭാവം കൊണ്ട് ജനങ്ങൾ ആകർഷിക്കുകയാണ്, ജനങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു വരികയാണ്. ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, മുഹമ്മദിനെ കൊല്ലുന്നവർക്ക് ഇനാമ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച വ്യക്തി, ആ വ്യക്തിക്ക് എത്ര വിരോധമുണ്ടാകും? ഒരിക്കൽ അയാൾ അങ്ങനെ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു, ആ തങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരുന്നപ്പോൾ പറഞ്ഞു, ബിൽസാഹുൽ അശീറ, അതാ എന്നെ കൊല്ലണമെന്ന് പ്രഖ്യാപിച്ച ആ ദുഷ്ടനായ മനുഷ്യൻ വരുന്നു. നേരെ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഇരിക്കാൻ പറഞ്ഞു, അവിടെ ഇരുത്തി. എന്താണ് വന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം 1 2 4 വാക്കുകൾ പറഞ്ഞു. അത് ചെവി താഴ്ത്തി കേട്ടു. അദ്ദേഹം തിരിച്ചുപോയി. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നു, എന്താണ് നബിയെ തങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം? ഇവൻ വളരെ മോശപ്പെട്ടവനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ തങ്ങൾ ഇരുത്തുകയും സ്വീകരിക്കുകയും ചെയ്തല്ലോ. സഹോദരങ്ങൾ ചിന്തിക്കുക, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, എത്ര ശത്രുവായാലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കൽ നമ്മുടെ കർത്തവ്യമാണ്. അതാണ് ഞാൻ ചെയ്തത്. ആദ്യത്തെ മര്യാദ. ഒരൊറ്റ സംഭവം കൊണ്ട് ഈ വ്യക്തി തിരിച്ചുപോയി. അല്പസമയം കഴിഞ്ഞതിന്റെ ശേഷം മടങ്ങി വരുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ ചൊല്ലിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്, ഇസ്ലാം മതം ആശ്ലേഷിക്കുകയാണ്. എന്താണ്? മുഹമ്മദ് നബിയെ കൊല്ലാൻ പാസാക്കുകയും ഓടി നടക്കുകയും ചെയ്ത നീ ഇസ്ലാമിലേക്ക് കടന്നു വന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മുഹമ്മദ് നബിയുടെ സൽസ്വഭാവം, ഇതൊരു പ്രവാചകനല്ലാതെ ഇത്ര വലിയ സൽസ്വഭാവമുണ്ടാകാൻ ഒരിക്കലും സാധ്യമല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു.
നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വന്ന മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കൂടെ 10-12 പേരുണ്ടായിരുന്നു. അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ ഇറങ്ങി അവിടെ പള്ളി നിർമ്മിച്ചു. അങ്ങനെ പല സ്ഥലത്തും നിർമ്മിച്ചു. ഇന്നലെ മർക്കസ് തഖാഫത്തി സുന്നിയയുടെ കീഴിൽ ഒരു വലിയ കോച്ചിങ് സെന്റർ, ട്രെയിനിങ് സെന്റർ ഉൾക്കൊള്ളുന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. പാറപ്പള്ളി എന്ന് പേരായത് മാലിക്കുദ്ദീനാറും തങ്ങളും കൂട്ടരും പായക്കപ്പലിൽ വന്ന് ആ സ്ഥലത്ത് ഇറങ്ങി. അവിടെ വലിയ വിശാലമായ പാറയുണ്ട്. ആ പാറയിൽ വെച്ച് അവർ നിസ്കരിച്ചു. അതാണ് പാറപ്പള്ളി എന്ന് പേരായത്. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടുകാരനായ ഒരു ഹിന്ദു, അദ്ദേഹത്തിന്റെ പേര് അപ്പു എന്നായിരുന്നു, അയാൾ കുറെ ഇളനീരും വെട്ടി വരുന്നു, ഇവർക്ക് കൊടുക്കുന്നു. മാലിക്കുദ്ദീനാർ ചോദിക്കുന്നു, നീ ആരാണ്? അദ്ദേഹം പറയും, ഞാൻ ഈ നാട്ടുകാരൻ. എന്താണ് പരിചയമില്ലാത്ത ഞങ്ങൾക്ക് ഈ ഇളനീര് തന്നത്? ഞങ്ങളെ പേടിച്ചിട്ടാണോ? ഞങ്ങളൊന്നും ചെയ്യൂല, പേടിക്കണ്ട. അദ്ദേഹം പറയുന്നു, ഒരിക്കലും നിങ്ങളെ പേടിച്ചിട്ടല്ല, മനുഷ്യത്വം പാലിച്ചുകൊണ്ട് നിങ്ങൾ അന്യ നാട്ടുകാരാണ്. ആ നാട്ടുകാർ ക്ഷീണിച്ചിട്ടുണ്ടാകുമെന്ന് കരുതി കേരളത്തിലെ ആദ്യത്തെ സൽക്കാരം ഇളനീരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ തന്നത്. ഇത് പറയുമ്പോഴും മാലിക്കുദ്ദീനാർ വാങ്ങുന്നില്ല. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ ഇളനീര് നീ എവിടെ നിന്നെങ്കിലും കട്ടിട്ടുള്ളതാണോ, പിടിച്ചു പറിച്ചിട്ടുള്ളതാണോ, അപഹരിച്ചിട്ടുള്ളതാണോ, അതല്ല നിന്റെ സ്വന്തം പറമ്പിൽ നിന്നെടുത്തതാണോ? ഇദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ സ്വന്തം ഒടവയിലുള്ള സ്ഥലത്തു നിന്ന് പറിച്ചെടുത്ത ഇളനീരാണ്, കട്ടതോ പിടിച്ചു പറിച്ചതോ അപഹരിച്ചതോ ഒന്നുമല്ല എന്ന് പറഞ്ഞതിന്റെ ശേഷം ഈ ഇളനീര് വാങ്ങി കുടിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയധികം ദാഹമുള്ള ആ മഹാന്മാർ ഈ ഇളന്ന് ശരിയായ ഹലാലാണ്, അനുവദനീയമാണ്, ഹറാമ് അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന്റെ ശേഷം മാത്രം കുടിക്കുകയാണ്. കാരണം കൊല്ലു ലഹമിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, കളവ് നടത്തിയിട്ടോ ചൂഷണം ചെയ്തിട്ടോ വഞ്ചന ചെയ്തിട്ടോ അളത്തത്തിലും തൂക്കത്തിലും കുറച്ചിട്ടോ അങ്ങനെ ഏതെങ്കിലും നിലക്ക് അനധികൃതമായ വഴിക്ക് സമ്പാദിച്ച സ്വത്ത് തിന്നുന്ന മനുഷ്യനെ നരകത്തിലിട്ട് കത്തിക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അനധികൃതമായ ഹറാമായ സ്വത്ത് തിന്നരുതെന്ന് പരിശുദ്ധ ഇസ്ലാം അസന്നിഗ്ധമായി പഠിപ്പിച്ചിരിക്കുന്നു. ഇത് പഠിച്ചവരാണ് മാലിക്കുദ്ദീനാറും കൂട്ടരും. അവരുടെ സൂക്ഷ്മത ഇത് ഹലാലാണെന്ന് ഉറപ്പുവരുത്തി. ഇത് കണ്ടപ്പോൾ ഈ അപ്പു എന്ന സഹോദരൻ മനസ്സിലാക്കുന്നു, ഇത്രയും അധികം സൂക്ഷ്മതയുള്ള ആളുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇവർ വലമാന്യന്മാരാണ്. അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചു. അവരവിടെ ഇരുന്ന് നിസ്കരിക്കുന്നതും അവർ ഇബാദത്തെടുക്കുന്നതും അവർ ജനങ്ങളോട് ബന്ധപ്പെടുന്നതും അവരുടെ സൗമ്യതയും അവരുടെ സൽസ്വഭാവവും അവരുടെ പുഞ്ചിരിയും ഇതെല്ലാം കണ്ടപ്പോൾ ഈ അപ്പു ഇസ്ലാമാവുകയാണ്. കേരളത്തിൽ ആദ്യമായി മാലിക്കുദ്ദീനാറിന്റെ പേരിൽ കൊയിലാണ്ടിയിൽ ഇസ്ലാമായത് ഈ സഹോദരനാണ്. ഒരിക്കലും ഇസ്ലാം അക്രമത്തിലൂടെ ഉണ്ടാക്കിയതല്ല, അട്ടിമറിയിലൂടെ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് നാം ഒരിക്കലും ചീത്ത പറയുന്നവർ ആകാൻ പാടില്ല, അന്യ ആളുകളെ പരിഹസിക്കുന്നവർ ആകാൻ പാടില്ല. ചിലപ്പോൾ ആശയത്തിൽ യോജിക്കാത്തവരുണ്ടാകാം,
ആശയത്തിൽ യോജിക്കാത്തവർക്ക് അവരുടെ ആശയം പറയാം, അത് പഠിപ്പിക്കാം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ ഏത് ആശയക്കാർക്കും അവരുടെ ആശയം പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ഇന്ത്യയെ പോലെ എത്രയോ മതങ്ങളും എത്രയോ ഭാഷയുമുള്ള ഒരു രാജ്യം വേറെ എവിടെയും ഇല്ല. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ഇപ്പോഴും പേരാണ്. ഞങ്ങൾ ഈയിടെ ഫലസ്തീനിൽ പോയി, ഇസ്രായേലിൽ പോയി. അവിടെ ചെന്നപ്പോ അവിടുത്തെ ജൂതന്മാർ മുസ്ലിംകളെ വളരെ ഗൗരവത്തോടു കൂടിയാണ് നോക്കുന്നത്. അങ്ങോട്ട് കടക്കാൻ അനുവദിക്കുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, അവിടുത്തെ മാതൃക, അത് പഠിച്ചാൽ ഇവിടെ ഒരു കുഴപ്പവും വരില്ല. അല്ലാതെ ക്രൂരതയിലൂടെ ഭീകരതയിലൂടെ ഒരു മതവും ഒരു പ്രസ്ഥാനവും വളർത്തിയെടുക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, മർക്കസ് സഖാഫത്തി സുന്നിയ കോഴിക്കോട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശശി തരൂർ മർക്കസിന്റെ സമ്മേളനത്തിൽ നേരെ ഡൽഹിയിൽ നിന്ന് അവിടെ വന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോയത് അയാളാണ്. എന്താ അദ്ദേഹത്തിന് അങ്ങനെ വരാൻ കാരണം? 1978 25 കുട്ടികളെ കൊണ്ട് ആരംഭിച്ച ആ മർക്കസ്, അതിന്റെ പ്രവർത്തനം ഒന്ന് അനാഥ കുട്ടികളെ സംരക്ഷിക്കുക. അനാഥ കുട്ടികളിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾ 1000-ഓളം കുട്ടികളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളുമായി. കൂടാതെ ഹോം കെയർ പദ്ധതിയിൽ 3000-ഓളം യതീമുകളുണ്ട്. ഈ തിരുവനന്തപുരത്ത് 150-ഓളം കുട്ടികൾ ഉണ്ട്. ഞങ്ങൾ ഏറ്റെടുത്തത് ചെറിയ 2 വയസ്സ് മുതൽ 10 വയസ്സിനുള്ള കുട്ടി, ആ കുട്ടിയുടെ രക്ഷിതാവ് മരണപ്പെട്ടാൽ ഈ കുട്ടിയെ നാം ഏറ്റെടുക്കുന്നു. 3 മാസത്തിലൊരിക്കൽ ആരാണോ കുട്ടിയുടെ രക്ഷിതാവുള്ളത് ആ രക്ഷിതാവിനെയും കൂട്ടി ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് 3 മാസത്തേക്കുള്ള കാശ് അവർക്ക് കൊടുക്കുന്നു. ഏറ്റവും ചെറിയത് 1000 ഉറുപ്പിക കൊടുക്കുന്നു. അങ്ങനെ 3000-ഓളം യതീമുകളെ, ചെറിയ പിഞ്ചുമക്കളെ ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. കൂടാതെ കാശ്മീരിൽ നിന്ന് 350-ലധികം യതീമുകളെ കൊണ്ടുവന്നു. ഞങ്ങൾ ആദ്യ ഗഡുവായി പഠിപ്പിച്ച് +2 പാസ്സാക്കി അവരെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. ഇപ്പോൾ 2ാമത്തെ ഗഡു, 3ാമത്തെ ഗഡു, ഇങ്ങനെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപ്രകാരം ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 22,000 കുട്ടികൾ, വിദ്യാർത്ഥികൾ ഇന്ന് കോഴിക്കോട് മർക്കസിന്റെ മെയിൻ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22,000 കുട്ടികൾ അവിടെ മാത്രം പഠിക്കുന്നു. കാശ്മീരിലും ഗുജറാത്തിലും ഒറീസയിലും മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ മുഴുവൻ തലങ്ങളിലും ഞങ്ങളെ സ്കൂളുകളുണ്ട്, ഞങ്ങളെ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ സ്ഥാപിക്കാൻ എങ്ങനെ നമുക്ക് സാധിച്ചു? എന്റെ പോക്കറ്റിൽ കാശുണ്ടായിട്ടല്ല, ആകാശത്തു നിന്ന് സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് മഴ പെയ്തിട്ടല്ല, കടലിൽ നിന്ന് സ്വർണത്തിന്റെ മത്സ്യം പിടിച്ചെടുത്തിട്ടല്ല. പിന്നെ എങ്ങനെയാണ്? ഇവിടെ തന്നെ കടൽ തൊഴിലാളികൾ ധാരാളമുള്ള സ്ഥലമാണ്. ഇവിടെയും വിഴിഞ്ഞത്തുമൊക്കെ എത്രയോ കടൽ തൊഴിലാളികളുണ്ട്. ഈ സദസ്സിൽ തന്നെ ധാരാളമുണ്ട്. റഹ്മുർ റഹീമായ അല്ലാഹു അവർക്കെല്ലാവർക്കും ബറക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ.
അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. താമസിക്കാൻ വീടില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. പടച്ച റബ്ബേ, അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അങ്ങനെയുള്ള തൊഴിലാളികൾ, കടൽ തീരത്തുള്ള തൊഴിലാളികൾ, ഇവിടം മുതൽ അങ്ങ് മംഗലാപുരം വരെയുള്ള തൊഴിലാളികൾ, പാവപ്പെട്ടവർ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നു. ആ മർക്കസിന്റെ ഒരു ബ്രാഞ്ച് പോലെ തിരുവനന്തപുരം കവടിയാറിൽ നാം നടത്തി വരുന്നു. 100-ലധികം കുട്ടികൾ ഇപ്പോൾ അവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെയും വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നല്ല നല്ല സ്ഥാപനങ്ങൾ നടക്കുന്നു. ഇതെല്ലാം സൽസ്വഭാവത്തിലൂടെ, സമാധാനത്തിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളോടും കാരണവന്മാരോടും ചെറുപ്പക്കാരോടുമൊക്കെ പറയാനുള്ളത്, നാം അധികം പ്രസംഗിക്കുന്നതിന് പകരം പ്രാക്ടിക്കലായി നമ്മുടെ പ്രവർത്തനം നടത്തുക. പാവപ്പെട്ടവരെയും അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കുക. മതമൈത്രിക്ക് വേണ്ടിയും ഐക്യത്തിനു വേണ്ടിയും പ്രവർത്തിക്കുക. അതേസമയം മുസ്ലിം അവന്റെ ഇസ്ലാമിനെ നിലനിർത്തണം, ഈമാനിനെ നിലനിർത്തണം. ഒരിക്കലും ഈമാനെ നമുക്ക് ബലിയർപ്പിക്കാൻ ഒക്കില്ല മക്കളെ. ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ കാര്യം വളരെ അപകടമാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ്. ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ നിങ്ങൾക്ക് കാണാം, ഒരു ദിവസം സ്വീകരണം ലഭിച്ച ആൾ പിറ്റേ ദിവസം അദ്ദേഹത്തിന് പാർട്ടി കല്ലെറിയുകയാണ്, അല്ലേ? ഒരു ദിവസം വലിയ സ്വീകരണം, പിറ്റേന്ന് അദ്ദേഹം പാർട്ടി മാറി. ഞാൻ ഇതുവരെ പ്രവർത്തിച്ച പാർട്ടി ഏറ്റവും വലിയ അക്രമത്തിന്റെയും അനീതിയുടെയും പാർട്ടിയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയിരിക്കുന്നു. മാലട്ട് സ്വീകരിച്ചു പോയി, മറ്റോടത്തുനിന്ന് കല്ലെറിയാൻ തുടങ്ങി. ഞാൻ പറയുന്നു, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കാനുള്ള ഒരു സാധനമല്ല നമ്മുടെ ഈമാനും ഇസ്ലാമും. അതൊരിക്കലും മാറിക്കളിച്ചുകൂടാ, ഒരിക്കലും മാറ്റം ചെയ്തുകൂടാ. നിങ്ങൾ കണ്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. ഹിജറ പോയതിന്റെ ശേഷം 6-ാമത്തെ കൊല്ലം മക്കയിലേക്ക് തന്നെ വന്ന് അവിടെ ഒരു ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചു കൊണ്ടുവരുന്നു. ഹുദൈബിയ എന്ന സ്ഥലത്തെത്തിയപ്പോൾ മക്ക മുശ്രിക്കുകൾ തടഞ്ഞു. മക്കയിലേക്ക് കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് സ്വഹാബികൾ പറഞ്ഞു, യുദ്ധം ചെയ്യണം, അവരെ കൊന്നൊടുക്കിയാലും നമുക്ക് മടങ്ങാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് പറ്റില്ല, യുദ്ധം ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ മടങ്ങാം. അങ്ങനെ അവിടെ തമ്പടിച്ച സ്വഹാബത്തിനെ സംബന്ധിച്ച് പഠിക്കാൻ മക്ക മുശ്രിക്കുകളുടെ നേതാവ് ആളെ അയച്ചു. ഈ ആളുകൾ വിവരം കൊടുക്കുന്നു, മുഹമ്മദിനോട് അങ്ങനെ കളിച്ചാലൊക്കൂല. കാരണം മുഹമ്മദിന്റെ അനുയായികൾ എന്താണോ പറയുന്നത് അത് മുഴുവനും കേൾക്കുന്നവരാണ്. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി ഒളു എടുത്ത വെള്ളം പോലും ഭൂമിയിൽ വീഴാൻ അനുവദിക്കാതെ അത് തൊട്ട് പുരട്ടുകയും, ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരോട് തൊട്ട് മറ്റേയാൾ പുരട്ടുകയും ചെയ്യുന്ന അത്രയും ബഹുമാനമാണ് അവർ കാണിക്കുന്നത്. ഈ ജനങ്ങളോട് നമുക്ക് വെറുതെ എതിർക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സഖ്യമുണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹുദൈബിയ സന്ധിയിൽ വെച്ച് സന്ധി ഉണ്ടാക്കുന്നത്. ഹുദൈബിയയിൽ വെച്ച് കരാർ എഴുതുന്നത്. ആ കരാറിന്റെ പൂർണ്ണരൂപം പറയാൻ സമയമില്ല. ആ കരാറിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ കരാറിന്റെ കാലം ഒരു കൊല്ലമാണ്. അടുത്ത കൊല്ലം മുഹമ്മദ് നബിക്ക് ഉംറക്ക് വരാം, അതുവരെ വരാൻ പാടില്ല, ഇപ്പം മടങ്ങിപ്പോകണം. അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിച്ചു. അവിടുന്ന് മറ്റൊരു നിബന്ധന, ഈ കാലഘട്ടത്തിൽ മുസ്ലിംകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ മക്ക മുശ്രിക്കുകളുടെ ഭാഗത്തേക്ക് പോയാൽ അവരെ മടക്കി കൊടുക്കുകയില്ല.
ശ്രദ്ധിച്ച് കേൾക്കണം. മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് മക്ക മുശ്രിക്കുകളുടെ ഭാഗത്തേക്ക് ഭാഗം ചേർന്നാൽ മടക്കി കൊടുക്കൂല. പിന്നെ അതേ സമയത്ത് മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്ന്, മക്കയിലുള്ള മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്ന് ഒരാൾ ഇസ്ലാമിന്റെ ഭാഗത്തേക്ക് വന്നാലോ അയാൾ മടക്കി കൊടുക്കുകയും ചെയ്യണം. സ്വഹാബികൾ ചോദിക്കുന്നു, മുഹമ്മദ് നബിയെ, എന്താണ് ഇതൊരു ഏകപക്ഷീയമായ തീരുമാനം? നമ്മൾ അങ്ങോട്ട് മടക്കി കൊടുക്കണം, അവരിങ്ങോട്ട് മടക്കി തരൂല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അതെന്തിനാണ് നമ്മൾ സമ്മതിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് നമുക്ക് സമ്മതിക്കാം. നിങ്ങൾ അറിയാത്തതൊക്കെ ഞാൻ അറിയും, നിങ്ങൾക്ക് സമ്മതിച്ചേ പറ്റൂ. അങ്ങനെ എഴുതി കരാറൊപ്പിട്ടു. അങ്ങനെ ആ കാലഘട്ടത്തിൽ അതാ അബൂജന്തൽ എന്ന് പേരായ ഒരു സഹാബി ഇസ്ലാം മതം വിശ്വസിച്ചു. ആ സമയത്ത് അദ്ദേഹത്തെ മക്കയിലെ മുശ്രിക്കുകൾ ചങ്ങലക്കിട്ടു. രണ്ട് കാലും കൂട്ടിയിട്ട് ഒരു ചങ്ങല, ആ ചങ്ങലക്ക് വേറെ ഒരു ചങ്ങലയിട്ട് ഒരു തൂണിന്റെ അരികിൽ കെട്ടിയിട്ടു. സഹോദരന്മാർ ചിന്തിക്കണം. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അബൂജന്തൽ അദ്ദേഹത്തിന്റെ കാലിൽ ഇട്ട ചങ്ങല അവിടെ ഉണ്ടെങ്കിലും മറ്റേ വലിയ ചങ്ങല പൊട്ടിച്ചു കളഞ്ഞു. പൊട്ടിച്ചിട്ട് രാത്രിക്ക് രാത്രി അദ്ദേഹം ഇറങ്ങിക്കൊണ്ട് കടൽ തീരത്തേക്ക് പോയി. കടൽ തീരത്തുകൂടെ നിറങ്ങി മദീനയിലെത്തി. അത് കറാമത്താണ്. യഥാർത്ഥത്തിൽ അവരുടെ ശ്രദ്ധയിലൊന്നും പെടാതെ മദീനയിലേക്ക് എത്തി. എത്രയോ ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ടുന്ന ദൂരമാണല്ലോ അന്ന്. ആ മദീനയിലേക്ക് എത്തിയപ്പോഴാണ് മക്ക മുശ്രിക്കുകൾ തെരഞ്ഞ് അബൂജന്തൽ മദീനത്തെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഉടനെ ചെന്നു നോക്കുമ്പോൾ അബൂജന്തൽ അവിടെയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, മുഹമ്മദേ, പുരുഷന്മാരിൽ നിന്ന് ആരെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ട് വന്നാൽ മടക്കിത്തരുമെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് അബൂജന്തലിനെ മടക്കിത്തരണം. അല്ലാഹുവിന്റെ ഹബീബ് അബൂജന്തലിനെ വിളിച്ചിട്ട് പറയുന്നു, നീ ഈ കൂട്ടരെ കൂടെ പോകണം, മക്കയിലേക്ക് തന്നെ പോകണം, ഇവിടെ നിൽക്കാൻ പാടില്ല. അബൂജന്തൽ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് വാർത്തുകൊണ്ട് കരഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, നബിയേ, എന്റെ ഈമാൻ നിലനിർത്തുന്നതിന് വേണ്ടി, എന്റെ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ ഈ ശത്രുക്കളിൽ നിന്ന് ചങ്ങല പൊട്ടിച്ച് നിരങ്ങി ഭൂമിയിലൂടെ നിരങ്ങി തങ്ങളെ അടുക്കൽ എത്തിയിട്ടും തങ്ങൾ എന്നെ മടക്കി കൊടുക്കുകയാണോ? ഈ ശത്രുക്കളെ കയ്യിലേക്ക് മടക്കി കൊടുക്കുകയാണോ? അവരെന്നെ കൊന്നുകളയുകയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അന റസൂലുള്ളാഹി, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. വാഗ്ദത്ത ലംഘനം ചെയ്യാൻ പാടില്ല. ഞാൻ അവരോട് വാഗ്ദത്തം ചെയ്തത്, പുരുഷന്മാരിൽ നിന്ന് ഒരാൾ എന്റെ ഭാഗത്തേക്ക് വന്നാൽ മടക്കി കൊടുക്കുമെന്നാണല്ലോ. അതുകൊണ്ട് എന്റെ വാഗ്ദത്തം പൂർത്തിയാക്കാൻ നീ പോവുക തന്നെ ചെയ്യണം. നിന്നെ അവർ തൊടുകയില്ല, നിന്നെ അവർ കൊല്ലില്ല, നിന്നെ അവർ ആക്രമിക്കില്ല. നമ്മുടെ കരാറിന്റെ കൂട്ടത്തിൽ അതുമുണ്ട്, ആക്രമിക്കാൻ പാടില്ല എന്നുള്ള കരാറും കൂടിയുണ്ട്. നിന്നെ അവർ തൊടൂല, നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അബൂജന്തലിനെ മടക്കി അയക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, അയക്കേണ്ടി വന്നതിൽ വേദനയുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ വാഗ്ദത്ത ലംഘനം പാടില്ലെന്ന് ലോകത്തിന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദത്ത ലംഘനം ചെയ്താലോ അത് പിന്നെ ഇസ്ലാം ഇവിടെ നിലനിൽപ്പില്ലല്ലോ. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞേക്കുന്നത്, അബൂജന്തൽ ക്ഷമിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് മക്ക മുശ്രിക്കുകൾ പറഞ്ഞു, നിനക്ക് ഞങ്ങൾ പെണ്ണ് കെട്ടിച്ചു തരാം, നിനക്ക് ഞങ്ങൾ വീടുണ്ടാക്കി തരാം, നിനക്ക് ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, നീ ഞങ്ങളെ മതത്തിലേക്ക് തന്നെ മടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അബൂജന്തൽ പറഞ്ഞത്, ഞാൻ ഈ ഭൗതിക ലോകത്തിന് വേണ്ടി വിശ്വസിച്ചതല്ല,
ഞാൻ ആഖിറത്തിന് വേണ്ടി വിശ്വസിച്ചതാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിശ്വസിച്ചതാണ്. നിങ്ങൾ എനിക്ക് സ്വർണത്തിന്റെ വീട് നിർമ്മിച്ചു തന്നാലും ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്ന് മടങ്ങുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈമാനിൽ ഉറച്ചു നിന്ന അബൂജഹലിന്റെ ചരിത്രം നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അബൂദറുൽ ഗിഫാരി, ഗിഫാർ ഗോത്രത്തിന്റെ തലവനായിരുന്ന മഹാൻ, അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട്. രാജാക്കന്മാരുടെ രാജാവായ ചക്രവർത്തിയായ അബൂജഹൽ, സഹോദരങ്ങളെ, ചക്രവർത്തിയായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം വിശ്വസിച്ചതിന്റെ പേരിൽ കരിങ്കല്ലുകൊണ്ടും എല്ലിന്റെ കഷ്ണങ്ങളെ കൊണ്ടും അടിക്കുകയും കുത്തുകയും ആക്രമിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞ നിലക്കുള്ള മതമൈത്രിയും മത സഹോദര്യവും സഹിഷ്ണുതയും രാജ്യത്തിന്റെ നന്മയും രാജ്യത്തിന്റെ ഭദ്രതയും ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയും ഇതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അതേ സമയത്ത് നമ്മുടെ ഈമാനും തഖ്വയും നാം കാത്തു സൂക്ഷിക്കണം. അതങ്ങോട്ട് മാറി ഒരാൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് മറ്റേ ആൾ ഇങ്ങോട്ട് വന്ന് അയാൾക്ക് മാലട്ട് സ്വീകരിച്ച് അയാളെ ഫോട്ടോ വെച്ച് സ്വീകരിച്ച് അതിനൊന്നും ഉള്ളതല്ല അള്ളാഹുവിന്റെ ദീന്. അത് ഈമാനുള്ളവർക്ക് അതൊരിക്കലും യോജിച്ചതും അല്ല. അതുകൊണ്ട് നാം ശരിയായ നിലക്ക് ക്ഷമയുള്ളവരും സമാധാനമുള്ളവരും ആവണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ വിശ്വാസത്തോടുകൂടി മുന്നേറണം. രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ എത്രയെത്ര പാവങ്ങളുണ്ട്. ഞാൻ ആസാമിൽ പോയ കഥ മന്ത്രിയോട് പറയണമെന്ന് ആലോചിച്ചിരുന്നു. ആസാമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ പാവങ്ങളുടെ അവസ്ഥ വളരെ പ്രയാസം. ഞങ്ങൾ 1000 വീട് ICFന്റെ വകയായി നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു പ്രവർത്തിക്കുക. പക്ഷേ അവിടുത്തെ ഒരു വീടിന് വേണ്ടത് 1.5 ലക്ഷം ഉറുപ്പികയാണ്. അതിലപ്പുറം വേണ്ട. 1.25 ലക്ഷം കൊണ്ടു തീരും. അങ്ങനത്തെ വീട്ടിലാണ് അവിടെ താമസിക്കുന്നത് ആസാമിലെ ജനങ്ങൾ. അവിടെയും ഞങ്ങൾ മുസ്ലിംകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോൾ മറ്റ് മതസ്ഥരെയും ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. അത്യാവശ്യം അവർക്കും ഞങ്ങൾ വീടുകൾ വെച്ചു കൊടുക്കാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സമാധാനത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്ന ആസാമിൽ. അതുകൊണ്ടാണ് ഞാൻ ആസാമിൽ ചെന്നപ്പോ അവിടുത്തെ ഒരു സമ്മേളനം, പെട്ടെന്നുണ്ടാക്കിയ സമ്മേളനം. അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയോ ഗ്രൗണ്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ ഫോട്ടോ നിങ്ങൾ സിറാജ് പത്രത്തിൽ കണ്ടിട്ടുണ്ടാകും. ലക്ഷങ്ങൾ അവിടെ തടിച്ചുകൂടും. അല്ലെങ്കിലോ ഇതുപോലെയല്ല, തണുത്തിട്ട് വിറത്തിട്ട് ഇരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ തണുപ്പിന്റെ സമയത്ത് ജനങ്ങൾ ഇരിക്കുകയാണ്. എഴുന്നേൽക്കാൻ പറയും, അവർ എഴുന്നേൽക്കും. അതുവരെ ഇരിക്കാൻ വിറച്ചിട്ട്. തണുപ്പ് അങ്ങനെയാണ്. നമ്മുടെ കേരളത്തിൽ നമ്മുടെ മന്ത്രി അവർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ വലിയ സന്തോഷമാണ്. കാരണം ഇവിടെ തണുപ്പുമില്ല ചൂടുമില്ല. ഇപ്പൊ മലയാളമൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടില്ല ഏകദേശം. അൽഹംദുലില്ലാ. അപ്പോ മറ്റത് ഞാനൊരു ദിവസം മർക്കത്തിന്റെ കീഴിൽ ഒരു യത്തീംഖാനയുണ്ട് കാശ്മീരിൽ. ശ്രീനഗറിൽ നിന്ന് 180 കിലോമീറ്റർ അകലെ ഉള്ളിലാണ്. അവിടെ ഞാൻ ചെന്ന് ഉച്ചക്ക് 12 മണിക്ക്. അപ്പൊ കുട്ടികളൊക്കെ അങ്ങനെ വലിയ തീയിട്ടിട്ട് തീയിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക. ഉച്ചക്ക് 12 മണിക്ക്. എന്താ കുട്ടികളെ നിങ്ങളിങ്ങനെ തീയിട്ടിട്ട് ഇരിക്കുന്നത്? ഞങ്ങൾക്ക് പുതപ്പില്ല, കരിമ്പടമില്ല. हमारे पास चादर नहीं है, इसलिए हम इधर बैठे. പുതപ്പില്ലാത്തത് കൊണ്ട് കരിമ്പടമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്പോ 12 മണിക്ക്. ഞാൻ 5 കുപ്പായിട്ടത് ചൂടിന്റെ അങ്ങനെ ഇട്ടിട്ടാ ഞാൻ പോയത്. എന്നിട്ടും വിറക്കുന്നു. അപ്പോ ഉടനെ ഞാൻ അവിടുന്ന് മടങ്ങി ഡൽഹിയിൽ വന്ന് 1000 പുതപ്പ് കരിമ്പടം, വലിയ കട്ടിയുള്ള കരിമ്പടം വാങ്ങിയിട്ട് നമ്മളെ കുട്ടികളെ കയ്യിൽ കൊടുത്തയച്ചു. പോലും ഒരു മർക്കസ് ഗാർഡനിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെയൊക്കെ
പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഗൈഡൻസ് നടത്തുന്നത് അവരാണ്. അവരെ കയ്യിൽ കൊടുത്തയച്ചു 1000 കളിമ്പടം. അപ്പൊ അവിടെ തണുപ്പിന്റെ കട്ടി എങ്ങനെയാ? ഡൽഹിയിലും അങ്ങനെ തന്നെയാണ് തണുപ്പ്. ശക്തിയാവിട്ടാൽ പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പോ അവിടെയെല്ലാം നമ്മുടെ കുട്ടികളും ജനങ്ങളും പാവപ്പെട്ടവരും ഉണ്ട്. അവർക്കെല്ലാവർക്കും ഒത്താശകൾ ചെയ്ത് സമാധാനമുണ്ടാക്കി തീർത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നവരുടെ കയ്യിൽ തന്നെ ഇവിടുത്തെ ഇന്ത്യ നിലനിർത്തി. അല്ലാത്തവരുടെ കയ്യിലേക്ക് പോകാൻ പാടില്ല. ഇന്ത്യ രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ബാങ്ക് കൊടുത്തപ്പോ നിർത്തിയപ്പോ മറന്നുപോയി. പലസ്തീനിൽ ചെന്നപ്പോ ഇസ്രായേലിലേക്ക് കടക്കുമ്പോ എല്ലാവരും ഇങ്ങനെ ഉരുട്ടുന്നു. എങ്കിലും ഞങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരെയും ഉള്ളിലേക്ക് കടത്തി. എന്നിട്ട് അവർ പറയും ഇന്ത്യ വെരി ഗുഡ്, ഇന്ത്യ വെരി ഗുഡ്, ഇന്ത്യ നല്ല രാജ്യമാണ്. ആര്? ഇസ്രായേൽ പറയാ. മുസ്ലിം നല്ല എന്നവര് പറയൂല, അത് ജൂതന്മാരാണല്ലോ. പക്ഷെ ഇന്ത്യ നല്ല രാജ്യമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യക്കാരായതുകൊണ്ട് നിങ്ങൾ കടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ദിവസം അവിടെ എല്ലാ സ്ഥലത്തും പോയി. ബൈത്തുൽ മുഖദ്ദിസിൽ, മസ്ജിദുൽ അഖ്സയിൽ പോയി. അൽഹംദുലില്ലാഹ് ഇശാ നിസ്കാരത്തിന് ശേഷം അവിടെ പ്രസംഗിച്ചു. അപ്പൊ രാവിലെ അവർക്കൊരു ദർസ് നടത്തി കൊടുക്കണമെന്ന് അവിടുത്തെ ഉസ്താദുമാര് പറഞ്ഞു. രാവിലെ മസ്ജിദുൽ അഖ്സയിൽ അവിടുത്തെ ഉസ്താദുമാർക്ക്, അവിടുത്തെ മുദരിസുമാർക്ക്, അവിടുത്തെ ഇമാമുകൾക്ക് എല്ലാം വിനീതനായ ഞാൻ മുസൽസലായ ഹദീസ് ഓതിക്കൊടുത്തു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖ്ബറയുള്ള സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ പള്ളിക്കാർക്കും വഅള് വേണം. അവിടെയും വഅള് പറഞ്ഞു, അവിടെ ഇമാമത്ത് നിന്നു. പടച്ച തമ്പുരാൻ തൗഫീഖ് ചെയ്തു. ഞാൻ പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ആ ഒരു നന്മ നമ്മൾ ഇവിടെ നിലനിർത്തിയില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് അപകടം വരും എന്നത് ശ്രദ്ധിക്കണം. അത് സൽസ്വഭാവത്തിലൂടെ, ഐക്യത്തിലൂടെ, സമാധാനത്തിലൂടെ നിലനിർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഈമാൻ എപ്പോഴും സൂക്ഷിക്കണം. അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അങ്ങനെ കളിക്കാനുള്ളൊരു സാധനമല്ല. അഭിമാനത്തിന്റെയോ പ്രസ്റ്റേജിന്റെയോ വിഷയമല്ല നമ്മുടെ ഈമാൻ. ആ ഈമാൻ നമ്മൾ ശരിക്കും മുറുകെ പിടിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടണം, നിങ്ങൾ സജ്ജനങ്ങളെ കൂടെയാവണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ സജ്ജനങ്ങൾ തിരുവനന്തപുരത്ത് ഭീമ, അബൂബക്കർ ഔലിയാക്കൾ റളിയല്ലാഹു അൻഹുമാ, 2 ഔലിയാക്കള് ഈ ഭീമാ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവർ ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് സമാധാനമാണ് കേട്ടോ. അതുപോലെയുള്ള ഔലിയാക്കൾ മരിച്ചു പോയാലും അവർ നമുക്ക് സമാധാനമാണ് കേട്ടോ. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതിനെ നിഷേധിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. അവരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന കൂട്ടത്തിൽ ആണ് നാം എപ്പോഴും വേണ്ടത്. നമ്മുടെ പേരിൽ വിദഗ്ധക്കാർ ആക്ഷേപിക്കുന്ന ഒന്നാണ് ഖബറിന്റെ മുകളിൽ പോയി സുജൂദ് ചെയ്യുന്നു എന്ന്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇവിടെ ഭീമാപ്പള്ളിയിൽ ഒരൊറ്റ മുസ്ലിമും ഖബറിന്റെ മുകളിൽ സുജൂദ് ചെയ്യുന്നില്ല. വേറെ ഒരു തരത്തും ഖബറിന് സുജൂദ് ചെയ്യുന്നില്ല. സുജൂദ് അല്ലാഹുവിന് മാത്രമാണ്. അതേ സമയത്ത് ആ ഖബറിന്റെ ഉള്ളിലുള്ള മഹത്തുക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് സലാം പറയുകയും അവരടുക്കൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ്, ആദർശമാണ്. ആ നിലക്ക് പ്രവർത്തിക്കണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എനിക്ക് ട്രെയിനിന് പോകാനുള്ളത് കൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. ബഹ്റൈൻ കേരള സുന്നി ജമാഅത്ത്, അത് നമ്മുടെ കോഴിക്കോട്ടുള്ള SYSന്റെ കീഴിലായി എല്ലാ ഗൾഫ് കൺട്രികളിലും പ്രവർത്തിക്കുന്ന സുന്നി പ്രസ്ഥാനമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബഹ്റൈൻ കേരള സുന്നി ജമാഅത്ത്. അവർ ഓരോ ജില്ലകളിലും ഓരോ വീട് പാവപ്പെട്ടവർക്ക് നിർമ്മിച്ച് കൊടുക്കാൻ തീരുമാനിച്ചതനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ അല്ലെ, അതെ, എല്ലാ ജില്ലയിലും വീട് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
അവർക്ക് താക്കോല് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ താക്കോലിന്റെ എല്ലാം കൂടി പ്രതിനിധിയായിട്ട് നമ്മുടെ കേന്ദ്രത്തിന്റെ മന്ത്രിയാണല്ലോ. അപ്പൊ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ പെട്ടുപോയി, തിരുവനന്തപുരം മാത്രമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ആ താക്കോൽ ദാന കർമ്മം നിർവഹിക്കുകയാണ്. അതിനുശേഷം ദുആ ചെയ്യാം. മന്ത്രി അവരുടെ ഒരു 10 മിനിറ്റുള്ള പ്രസംഗം കൂടി എനിക്ക് കേൾക്കാൻ സമയമുണ്ടാവും. അതുകൊണ്ട് ഇടക്ക് ബഹുമാനപ്പെട്ട മന്ത്രി അവர்களോട് പറയാനുള്ളത്, ഞാൻ പണ്ട് വെടിഞ്ഞത്ത് വലിയ വെള്ളപ്പൊക്കവും കലാപമൊക്കെ ഉണ്ടായപ്പോൾ വന്നിരുന്നു. അവിടെ ഞങ്ങൾ കഴിയുന്നൊക്കെ ചെയ്തു കൊടുത്തു. ഇവിടെ മൊത്തത്തിൽ ഈ കടൽക്ഷോഭം വർദ്ധിച്ച ഒരു ഭാഗമാണ്. അതുകൊണ്ട് കടൽക്ഷോഭത്തെ തടയാനുള്ള ഒരു പദ്ധതി ബഹുമാനപ്പെട്ട മന്ത്രി അവരുടെ വകയായി ചെയ്യണം എന്ന് ഈ നാട്ടിലുള്ള സെന്ററായിട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അല്ലാഹു അക്ബർ.